കോവിഡിനെ അതിജീവിക്കുവാൻ ഇതാ ചില ആത്മീയ ആയുധങ്ങൾ. കോവിഡ് രണ്ടാം തരംഗം ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന്റെ പരിഭ്രാന്തിയിലാണ് ലോക ജനത. എങ്ങനെയാണ് കോവിഡ് വൈറസ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന വിഷയത്തിൽ ഇപ്പോഴും വ്യത്യസ്തമായ വാദങ്ങൾ നിലവിലുണ്ട്. ചൈനയിലെ ഒരു ഇറച്ചി മാർക്കറ്റിലാണ് ആദ്യം ഈ വൈറസ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അല്ല, ലോകരാഷ്ട്രങ്ങളിൽ അതീശത്വം സ്ഥാപിച്ചെടുക്കുവാൻ ചൈനയിലെ ഒരു ലാബിൽ കൃത്രിമമായി ചൈന തന്നെ നിർമ്മിച്ച് ലോകം മുഴുവൻ ചൈന തന്നെ വ്യാപിപ്പിച്ചതാണ് ഈ വൈറസ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ലോകമെങ്ങുമുണ്ട്. ലോക ജനസംഖ്യയെ നിയന്ത്രിക്കുവാൻ ചില വൻകിട കോർപ്പറേറ്റുകളുടെ തലയിൽ ഉദിച്ചതാണ് കൊറോണ വൈറസ് എന്ന വാദവും ഒരു ന്യൂനപക്ഷം വിശ്വസിക്കുന്നു. നമ്മുടെ വിഷയം ഇതാണ്: കോവിഡിനെ ഒരു ക്രൈസ്തവ വിശ്വാസി എങ്ങനെ കാണണം, എങ്ങനെ നേരിടണം? ആദ്യമേ പറയട്ടെ, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ബുദ്ധിയിലും ശാസ്ത്രത്തിലും മാത്രം ആശ്രയിച്ച് നേരിടുവാൻ ശ്രമിക്കുന്നവർക്കുള്ളതല്ല ഈ ചെറു സന്ദേശം. അവരിത് കേൾക്കേണ്ടതുമില്ല. പിന്നെയോ, കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം അതിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ചില ആത്മീയ പരിഹാര മാർഗങ്ങൾ കൂടി അനുഷ്ഠിക്കണം എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ സന്ദേശം കേൾക്കുക. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, കോവിഡ് ദൈവം അയച്ചതാണോ എന്ന്. ഉത്തരം അല്ല എന്നാണ്. പക്ഷേ നീതിമാനായ ദൈവം തന്റെ നീതിയിൽ അനുവദിച്ചതാണ് ഈ കോവിഡ് കാലം. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഈ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയുമില്ല. അപ്പോൾ പിന്നെ കോവിഡ് എന്തുകൊണ്ട് കടന്നു വന്നു? ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും സുസ്ഥിതിയിലും ശരിയായ ക്രമത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യർ ദൈവം നിർദ്ദേശിച്ച വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യണം. ദൈവം നിർദ്ദേശിച്ച വഴികൾ ദൈവകൽപ്പനകളാണ്. ദൈവം നിശ്ചയിച്ച വഴിയിൽ നിന്ന് മനുഷ്യർ മാറി സഞ്ചരിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യർ പാപം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അഥവാ ദൈവം നിർദ്ദേശിച്ച വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ, പ്രപഞ്ചത്തിലെ ക്രമം തെറ്റും, മനുഷ്യന്റെ സുസ്ഥിതി അവസാനിക്കും. ഇന്ന് ലോകത്ത് നാം കാണുന്ന ഭൂരിഭാഗം ദുരിതങ്ങളുടെയും കോവിഡ് എന്ന മഹാമാരിയുടെയും അടിസ്ഥാന കാരണം ഈ വഴിമാറി സഞ്ചരിക്കൽ അഥവാ മനുഷ്യന്റെ പാപം തന്നെയാണ്. അപ്പോൾ ഇനി നാം എന്തു ചെയ്യണം? എന്താണ് പരിഹാര മാർഗം? ആത്മീയ പരിഹാര മാർഗം ക്രമം തെറ്റിച്ച മനുഷ്യർ ശരിയായ വഴിയിലേക്ക്, അതായത് ദൈവകൽപ്പനകളുടെ അനുസരണത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകണം എന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളും മറ്റുള്ളവരും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി നാം യാചിക്കണം. ദൈവത്തിന്റെ അനന്തമായ ക്ഷമയ്ക്കും കരുണയ്ക്കും മുന്നിൽ നമ്മളെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നാം ആരംഭിക്കണം. വിശ്വാസി സമൂഹം എന്ന നിലയിൽ, സഭയും വ്യക്തികൾ എന്ന നിലയിൽ നമ്മളും പ്രാർത്ഥനയെ ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധമായി വിശ്വസിച്ച് സ്വീകരിക്കണം. കോവിഡ് കടന്നു വന്നത് ഏത് കാരണത്താലാണെങ്കിലും അതിനു പിന്നിൽ പ്രവർത്തിച്ചത് തിന്മയുടെ ശക്തികളാണ് എന്ന് നാം തിരിച്ചറിയണം. തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാൻ മരുന്നും പ്രതിരോധവും മാത്രം പോരാ, പരിത്യാഗത്തോടെയും ഉപവാസത്തോടെയുമുള്ള പ്രാർത്ഥന കൂടി വേണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിനോദങ്ങളും ആഘോഷങ്ങളും പരിത്യാഗം എന്ന നിലയിൽ നാം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നത് നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും. ലോകം മുഴുവനുമുള്ള മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു അർപ്പിച്ച കുരിശിലെ ബലിയാകണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവപിതാവിന് സമർപ്പിക്കുമ്പോൾ നാം മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ഏക യോഗ്യത. മുൻകാലങ്ങളിൽ ചരിത്രത്തിൽ മഹാമാരികൾ ലോകമെങ്ങും പടർന്നു പിടിച്ചപ്പോൾ ജനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരുമിച്ച് നിർത്തി പ്രാർത്ഥനകളിൽ പൂർണ്ണമായും അഭയം തേടാൻ അവരെ നിർദ്ദേശിച്ച മഹാമാരികളെ നേരിടുന്നതിൽ വിജയം കണ്ട സഭാപിതാക്കന്മാരുടെ പ്രവൃത്തികളാകണം ഈ നാളുകളിൽ നമ്മുടെ മാതൃക. അവർ ചെയ്തത് നമ്മളും സഭയും ഈ നാളുകളിൽ ആവർത്തിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ചില ആത്മീയ ആയുധങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. കോവിഡിനെ നേരിടാനുള്ള ഒന്നാമത്തെ ആത്മീയ ആയുധം ക്രിസ്തുവിനെ കാൽവരി മലയിലെ ഏക രക്ഷാകര ബലിയുടെ ആവർത്തനമായ വിശുദ്ധ കുർബാനകളിൽ യോഗ്യതയോടെ പങ്കെടുത്ത്
നമ്മെയും ലോകം മുഴുവനെയും കോവിഡ് ബാധിച്ചവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും പങ്കെടുത്ത് നാം നമുക്കും ലോകത്തിനും കോവിഡ് രോഗികൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ കൃപയായി ഈ ലോകത്തിലേക്കും കോവിഡ് ബാധിച്ചവരിലേക്കും നമ്മിലേക്കും ഇറങ്ങി വരും. ക്രിസ്തുവിന്റെ വിശുദ്ധ ബലി വഴി കടന്നു വരുന്ന ആ ദൈവകൃപ നമ്മെയും മറ്റുള്ളവരെയും ലോകത്തെയും വിശുദ്ധീകരിക്കുന്നതിന് കാരണമാകും. നമ്മളും മറ്റുള്ളവരും ലോകവും വിശുദ്ധീകരിക്കുന്നതിന് അനുസരിച്ച് വിപരീത സാഹചര്യങ്ങൾ മാറുന്നതും കൂടുതൽ പേർ സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നാം പൂർണ്ണമായും ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തുവിന്റെ യോഗ്യതയിൽ അങ്ങനെ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ നാം കാണണം. ഈ നാളുകളിൽ ദൈവപിതാവിന്റെ കരുണ സ്വീകരിക്കുവാൻ നാം ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ ആത്മീയ ആയുധം ദൈവകരുണയുടെ ജപമാലയാണ്. അതിനാൽ അനേകം ദൈവകരുണയുടെ ജപമാലകൾ നമ്മളിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ദൈവത്തിന്റെ കരുണയുടെ മഹാസമുദ്രത്തിൽ നിന്ന് ദൈവകരുണ ഒഴുകാൻ ആരംഭിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ ഒരുക്കിയ വിപരീത സാഹചര്യങ്ങൾ അത്ഭുതകരമായ രീതിയിൽ മാറിപ്പോകും. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. മൂന്നാമതായി ഉപയോഗിക്കേണ്ട ആത്മീയ ആയുധം യേശുനാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടിട്ടുള്ളവന്റെ നാമം വിളിച്ച് നാം ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങി വന്ന് ഭയവും പരിഭ്രാന്തിയും നമ്മളിൽ നിന്ന് എടുത്തു കളയും. മാത്രമല്ല, വിശ്വാസത്താൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ നാം ശക്തരാക്കപ്പെടും. യേശുനാമ ശക്തിയാൽ തിന്മയുടെ ശക്തികൾ ഒരുക്കുന്ന വിപരീത സാഹചര്യങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കും. നാലാമത്തെ ആത്മീയ ആയുധം യേശുവിന്റെ തിരുഹൃദയത്തിന് ദിവസവും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ക്രിസ്തുവിന്റെ തിരുഹൃദയത്തെക്കാൾ സുരക്ഷിതത്വം മറ്റ് എവിടെയാണ് നമുക്ക് ലഭിക്കുക? അഞ്ചാമത്തെ ആത്മീയ ആയുധം ദൈവം തന്നെയായ ദൈവവചനത്തിന്റെ വായനയും വചനം ഏറ്റുപറയുന്നതുമാണ്. സങ്കീർത്തനം ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു: അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. സങ്കീർത്തനം 91 അധ്യായം 6 വചനം ഇങ്ങനെ ഉറപ്പു നൽകുന്നു: ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. ദൈവം നൽകിയിട്ടുള്ള ഇത്തരം വാഗ്ദാന വചനങ്ങൾ നാം തുടർച്ചയായി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മുടെ വിപരീത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവയ്ക്ക് മാറ്റം വരുത്തും. തിന്മയുടെ ശക്തികൾ ദൈവവചനത്തിന്റെ മുന്നിൽ പരാജയപ്പെടും. അങ്ങനെ പരിഭ്രാന്തിയുടെ ഈ നാളുകളെ ദൈവ പരിപാലനയുടെ നാളുകളായി ദൈവവചനം രൂപാന്തരപ്പെടുത്തും. കോവിഡ് കാലത്തെ അതിജീവിക്കുവാൻ 91 സങ്കീർത്തനത്തിന്റെ ഏറ്റുപറച്ചിൽ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കോവിഡ് കാലത്തെ അതിജീവിക്കുവാനുള്ള ആറാമത്തെ ആത്മീയ ആയുധം പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തിൽ ശരണപ്പെടുക എന്നതാണ്. ചരിത്രത്തിൽ ലോകവും സഭയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സഭയെയും മനുഷ്യവർഗത്തെയും സഹായിച്ച നമ്മുടെ അമ്മ ഈ മഹാമാരിയുടെ നാളുകളെ അതിജീവിക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് വീണ്ടും ഇറങ്ങി വരാതിരിക്കുമോ? തിന്മയുടെ ശക്തികളുടെ പ്രതീകമായ നരക സർപ്പത്തിന്റെ തല തകർക്കാനുള്ള ദൗത്യം പരിശുദ്ധ അമ്മയ്ക്കാണ് നൽകിയിട്ടുള്ളത് എന്ന് നാം മറക്കരുത്. തന്റെ മക്കൾ സഹായത്തിനായി ഭൂമിയിൽ നിന്ന് നിലവിളിച്ചാൽ എങ്ങനെയാണ് സ്നേഹമയിയായ ആ അമ്മയ്ക്ക് പുറംതിരിഞ്ഞ് നിൽക്കാനാവുക? അതിനാൽ അമ്മയുടെ പ്രിയ പ്രാർത്ഥനയായ ജപമാലയ്ക്ക് ഈ ദുരിത നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്ഥാനമുണ്ടാകട്ടെ. ഒപ്പം എല്ലാ ദിവസവും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. തിന്മയുടെ ശക്തികൾ കൊണ്ടുവന്ന കോവിഡിനെ നേരിടാനുള്ള ഏഴാമത്തെയും അവസാനത്തേതുമായ ആത്മീയ ആയുധം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം അപേക്ഷിക്കുക എന്നതാണ്. അവസാന നാളുകളിൽ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള യുദ്ധം നയിക്കുവാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ മറിയത്തോടൊപ്പം വിശുദ്ധ മിഖായേലിനെ ആണ് എന്ന് നാം
വിസ്മരിക്കരുത്. തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാൻ വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ പ്രത്യേകം നിർദ്ദേശിച്ച വിശുദ്ധ മിഖായേലിനോടുള്ള ജപം അനേകം തവണ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അപ്പോൾ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലും ദൈവദൂതന്മാരും നമ്മെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. തിന്മയുടെ ശക്തികൾ പരാജയപ്പെടുന്നത് നാം നേരിട്ട് കാണും. അതിനോടൊപ്പം തന്നെ വിശുദ്ധ സെബസ്റ്റ്യാനോസ് അടക്കമുള്ള വിശുദ്ധരുടെ മാധ്യസ്ഥവും ഈ മഹാമാരിയുടെ നാളുകളിൽ നമുക്ക് സഹായകമാണ് എന്ന് മറക്കാതിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധിയിൽ ജീവിച്ച് കൃപയിൽ ആയിരിക്കുക എന്നതാണെന്ന് നാം മറക്കരുത്. തുടങ്ങാം പുതിയൊരു വിശ്വാസ യുദ്ധം. നേരിടാം ഈ മഹാമാരിയെ ക്രിസ്തുവിനോടും പരിശുദ്ധ മാതാവിനോടും വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധരോടുമൊപ്പം.